എന്റെ അപ്പൻ എനിക്ക് തന്ന ഭൂസ്വത്തിന്റെ 3 കൊല്ലത്തെ ആദായം പോലും 30 കൊല്ലത്തെ എന്റെ മിലിറ്ററി സർവീസിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. എന്റെ കുടുംബത്തെ മറന്ന് രാജ്യത്തിനു വേണ്ടി ഞാൻ സേവനം അനുഷ്ഠിച്ചത് എന്റെ തൃപ്തിക്ക് വേണ്ടിയാ. എന്റെ കണ്ണുകൾ തന്റെ കടലാസ് നോട്ടുകൾക്ക് മുമ്പിൽ മഞ്ഞളിക്കില്ല. ഇയാടെ അന്തസ് പഴമുരാണോ കേട്ട് നിൽക്കാതെ കേറി പരിശോധിക്കണം. കീറിക്കളയും മത്ത് കീറുന്ന പോലെ കേറി നോക്കണം പിള്ളേരെ. ഈ വീട് മുഴുവൻ അരിച്ചു പെറുക്കിയാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രേഖകൾ ഇവിടുന്ന് കിട്ടില്ല. അതിവിടെയില്ല. ഇളയപ്പൻ കുറെ പേപ്പേഴ്സ് അപ്പച്ചനെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ അതെല്ലാം അപ്പച്ചൻ അപ്പോഴേ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചു. മോളും മിടുക്കിയാണല്ലോ. കുമാരൻ തമ്പിയുടെ ശല്യം ഇനിയും ഇവിടെ തുടരുമ്പോ കെട്ടിക്കാറായ ഈ മോടെ മനസമാധാനം പോവല്ലോ. മോളെ കുറിച്ച് ഓർത്തപ്പോ ധീരനായ വർഗീസ് മാപ്പിള ഇച്ചിരി പേടിച്ചു, ഒന്ന് പതറി അല്ലേ? അതിർത്തിയിലെ ശത്രുവിന്റെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോ പതറിയിട്ടില്ലേ ക്യാപ്റ്റൻ മാപ്പിള? പിന്നെ 2 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത നിന്റെ 3-ാംകിട വാക്കുകൾക്ക് മുമ്പിൽ ഇറങ്ങിപ്പോടാ. അയ്യേ വേണ്ട മക്കളെ, മാപ്പിള ഞാൻ പറയുന്ന വഴിക്ക് വരും, വരുത്തും ഞാൻ. കുഞ്ഞച്ചാ, എന്റെ മോളുടെ ബുദ്ധി കൊള്ളാം. ബാങ്ക് ലോക്കറി വെച്ചിരിക്കാന്ന് പറഞ്ഞത് നന്നായി. ഒന്നിനും മടിക്കാത്ത കൂട്ടരാ കുമാരൻ തമ്പി മക്കളും. അവരിനിയും വരും. നമുക്ക് മുമ്പേന്ന് ക്രിസ്റ്റിമോനെ വരുത്തിയാലോ? മിണ്ടരുത്. അവന്റെ പേര് പോലും ഉച്ചരിക്കരുത് ഈ തറവാട്ടിൽ. എന്നെ അവനെ തെമ്പാടിക്കുഴയിൽ അടക്കിയെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. അവന്റെ സഹായം തേടുന്നതിനേക്കാളും നല്ലത് ആ കുമാരൻ തമ്പിയുടെ കൈ കൊണ്ട് വരിക്കുന്നതാ. വർഗീസിനെ പിതാവ് തിരക്കായിരുന്നു. എന്താ വിഷയം? വിഷയം വർഗീസിന്റെ ഇളയമോൻ ജോജി തന്നെ. വൈദികവട്ടം സ്വീകരിച്ച് ആദ്യ കുർബാന ചൊല്ലേണ്ടവനവൻ. വർഗീസ് അപേക്ഷിച്ചിട്ടാ ഞാൻ സഭയുടെ നിലവിൽ ജോജിയെ ഉപരിപഠനത്തിനായി ഇറ്റലിയിലേക്ക് അയച്ചത്. വിദ്യാസമ്പന്നനായ ഒരു വൈദികനെ ഈ രൂപത കിട്ടുമെന്ന് കരുതി. അയാൾ പച്ചമട്ടം വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നു. ലോഹം ഉപേക്ഷിച്ച് ഏതോ ഒരു കമ്പനിയിൽ അവിടെ ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇയാളെന്നാ മറുപടിയൊന്നും പറയാത്തത്? അവന് ദൈവവിളി ഇല്ലായിരിക്കും പിതാവേ. എന്നാലും ലോഹം ഉപേക്ഷിക്കാൻ മാത്രം അവിടെ എന്താ ഉണ്ടായെന്ന് അന്വേഷിക്കണം. എന്റെ കർത്താവേ, ഒരു വൈദികനാവാൻ റോമിലേക്ക് ഉപരിപഠനത്തിനെത്തിയ എന്റെ മുന്നിലേക്ക് എന്തിനാണ് കർത്താവെ നീ തള്ളിവിട്ടത്? ആ മാൻപേട കണ്ണുകളുള്ള മാലാഖി റോമിൽ നിന്ന് അവളുടെ താമസ സ്ഥലമായ ഈ ലണ്ടൻ മഹാനഗരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അവളുടെ ആ ചിരിയല്ലേ? കർത്താവിന് മാത്രം ധ്യാനിച്ചേർന്ന എന്റെ മനസ്സിൽ, എന്റെ കണ്ണിൽ എന്തിനവളുടെ രൂപം നീ കാണിച്ചു തന്നു? ചൈനാവൻ മതിലിന്റെ പൊക്കമുള്ള സെമിനാരിയുടെ മതിൽ ചാടിക്കടക്കാൻ എന്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചത് കർത്താവ് തന്നെയല്ലേ? പറയൂ, ഇനി ഈ ദാസൻ എന്താണ് ചെയ്യേണ്ടത്? എന്താ അങ്ങയുടെ അഭീഷ്ടം അതാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്റെ മുമ്പിലൂടെ അവൾ കടന്നു വരണം. എങ്കിൽ മാത്രമേ ഞാൻ ആ ജീവിതത്തിലേക്ക് പോകൂ കർത്താവേ. കർത്താവേ, സമയത്ത് തന്നെ അവൾ വരുത്തണേ. എന്നും പതിവ് പോലെ അവൾ തെറ്റിക്കാണ്ട് വരണേ കർത്താവേ. താങ്ക് യു സോ മച്ച് കർത്താവേ. കണ്ടില്ലേ കർത്താവേ, എത്ര നാളെ അവളിങ്ങനെ മൈൻഡിലാണ് പോണത്. എന്ത് ധൈര്യമായിട്ട് പോയി വളച്ചോളാനോ? എങ്കിൽ ഞാൻ അവള് വിടില്ല കർത്താവേ, വിടില്ല ഞാൻ. അവൻ മലയാളിയാ, ജോജി വർഗീസ്. ഈശ്വരാ, ക്രിസ്ത്യാനി ചെറുക്കനോ? ഈ വിവരം അങ്ങനെ നാട്ടിലറിഞ്ഞ
നാട് ഭരിക്കുന്ന മന്ത്രിയുടെ മകളാ. ഇനി പത്രക്കാര് വല്ലതും വിവരം അറിഞ്ഞ നാണക്കേടാ. നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് സമയം കളയാതെ അച്ഛൻ ചിറ്റപ്പനെ വിളിച്ച് കാര്യം പറ. മീനാക്ഷിയെ പഠിപ്പിക്കാനാ ഇങ്ങോട്ട് അയച്ചത്. നമ്മളെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ. ഇതാ വിളിക്കൂ. ഹലോ. ശേഖരൻകുട്ടിയാ? ആ കൊടുക്കാം. ആരാടോ? ചേട്ടനാ, ലണ്ടനിൽ നിന്ന്. ആ ഏട്ടാ. നിനക്ക് തിരക്കില്ലല്ലോ? ഇല്ല, ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെടാതിരിക്കാം. അച്ഛനും കന്നേ ഞാൻ പറയാം. ചിറ്റപ്പ ഞാനാ വിനോദ്. ആ വിനോദ്, 2-3 ദിവസമായല്ലോ മീനുട്ടി വിളിച്ചിട്ട്. അവൾക്ക് എക്സാം അല്ലേ? ഓ സോറി, എക്സാമിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. മീനാക്ഷിക്കൊരു പയ്യനുമായിട്ട് അടുപ്പം. അന്വേഷിച്ചപ്പോ ഒരു ക്രിസ്ത്യാനി ചെറുക്കനാ. കൊല്ലും ഞാൻ അവളെ. ഇതിന്റെ പേരിൽ എടുത്തിയാടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഈ കാര്യം അറിഞ്ഞതായിട്ട് ഭാവിച്ചാലാ കുഴപ്പം. ആ പയ്യന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വിനോദ് ഒരു കാര്യം ചെയ്യും, തന്ത്രപൂർവ്വം അവളെ നാട്ടിലെത്തിക്കും. ഹായ് മീനാക്ഷി. ജോജി, എന്താ എന്തു പറ്റി? എന്തിനാ കരയണേ? ജോജി, നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ ഞാൻ നാട്ടിലേക്ക് പോവാ. എന്താ ഇങ്ങനെ പെട്ടെന്ന്? എന്റെ അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. സീരിയസ് ഒന്നല്ലെന്ന് പറയുന്നത്, പക്ഷെ എനിക്കൊരു സമാധാനമില്ല. മീനു ധൈര്യമായിട്ടിരിക്കേ. ഹൈ, അച്ഛനൊന്നും വരില്ലെന്നേ. ഞാനും വരാം നാട്ടിലേക്ക്. നമുക്ക് ഒരുമിച്ച് പോവാം. നീ എയർപോർട്ടിൽ നിന്നാ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. ഗുഡ് മോർണിംഗ്. ജോജി വർഗീസ്. യെസ്. എന്റെ കൂട്ടുകാർക്ക് നിന്നെ ഒന്ന് പരിചയപ്പെടണോ? നീ എയർപോർട്ടിലേക്കായിരിക്കും അല്ലേ? നിനക്ക് മീനാക്ഷിയെ തന്നെ പ്രേമിക്കണം. മീനാക്ഷി ഇനി തിരിച്ചു വരില്ലടാ. അവളെ നാട്ടിലെത്തിക്കാനുള്ള ഞങ്ങളുടെ അടവായിരുന്നടാ അവിടെ അച്ഛന്റെ അറ്റാക്ക്. പാസ്പോർട്ട് നിനക്ക് ഹോം മിനിസ്റ്റർ മോളെ തന്നെ പ്രേമിക്കണം അല്ലടാ? ജോജി വർഗീസ് മാപ്പിള. Stop! Stop it! Stop! I'll call the police! അച്ചോട്ടാ, എന്താ അച്ഛന് പറ്റിയത്? ഇപ്പൊ എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ല, നമ്മൾ വണ്ടിയിലേക്ക്. എന്താ വിജി? എന്താ നീ പറയുന്നത്? അച്ഛനെ എയർപോർട്ടിൽ പോയത്. തൽക്കാലം നീ ആരെയും ഒന്നും അറിയിക്കണ്ട. എന്താ സാർ? പുരുഷോത്തമ, എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തേക്കും. വണ്ടി തിരിക്കും എറണാകുളത്തേക്ക്. IG ചന്ദ്രദാസ് എവിടെയുണ്ട്? IG ഹോം സെക്രട്ടറി കൊച്ചി തന്നെ ഉണ്ട് സാർ. എന്തായിടോ? രാവിലെ 10:40 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. ഡ്രൈവർ അച്യുതന്റെ മൊഴിയിൽ നിന്നും എയർപോർട്ടിൽ നിന്ന് കാറിൽ കയറുമ്പോഴാണ് മീനാക്ഷി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്. അത് 3 മണിക്കൂർ മുമ്പ്. കാറിൽ നിന്നും അച്യുതൻ അവർ പുറത്താക്കി. അവരുടെ മുഖം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് അയാൾ വ്യക്തമായി പറയുന്നുണ്ട് സർ. നീ പറഞ്ഞ ഞാനങ്ങ് തൊണ്ടോടാതെ വിഴുങ്ങുന്നു കരുതിയടാ. സത്യം പറയടാ. വണ്ടി
എന്താ ഇത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഇയാൾ എന്റെ വീട്ടിലെ ഡ്രൈവറാ, വിശ്വസിക്കാം? സോറി സർ. ആ സാരല്ല, പോട്ടെ, താനകത്തേക്ക് പോ. സർ 10 മിനിറ്റ് മുമ്പ് ഒരു കോള് വന്നിരുന്നു, മാഡമാണ് അറ്റൻഡ് ചെയ്തത്. വിജി, നമ്മുടെ മോള് അവരെന്താ പറഞ്ഞത്? മോള് സുരക്ഷിതമായി അവരുടെ അടുത്തുണ്ടെന്ന് മാത്രം. പിന്നെ കട്ടായി. ഹരി സർ. മാഡത്തിന് വന്ന കോൾ നമ്പർ ട്രേസ് ചെയ്തോ? ട്രേസ് ചെയ്യാൻ ഇൻഫർമേഷൻ കൊടുത്തേ സർ. ആ. ഹലോ. ആ, ഇനി ഈ വീട്ടിലേക്ക് വരുന്ന എല്ലാ കോൾസും ട്രേസ് ചെയ്യണം. ഓക്കെ സർ. ഇപ്പൊ മാഡത്തിന് വന്ന ലാസ്റ്റ് കോൾ കൽക്കട്ടയിൽ നിന്നാണ് സർ. കൽക്കട്ടയിൽ നിന്നോ? വേണ്ട, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ഹലോ മിനിസ്റ്റർ വീട്ടിലെത്തിയോന്നറിയാൻ വിളിച്ചതാ. എന്റെ മോളെവിടെ? എന്റെ അടുത്ത് സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അറിയിക്കാം. അതിനു മുൻപ് പോലീസുമായി കൂടിയാലോചിച്ച് മോളുടെ ജീവൻ അപകടത്തിലാക്കരുത്. സർ, കൽക്കട്ട പോലീസുമായിട്ട് നമുക്കൊന്ന്. താനിത് ഇനി കൊട്ടി ഘോഷിക്കണ്ട. പത്രക്കാരും ടി വിക്കാരും എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാത്തുകെട്ടി കെടുപ്പ. ഹലോ. ഓക്കെ, താങ്ക് യു സർ. ഇപ്പൊ വന്ന കോൾ ബോംബെ നിന്നാണ്. ഇത്തരം സംഘങ്ങൾ നോർത്തിൽ സർവ്വസാധാരണമാണ്. റാൻസം ഡിമാൻഡ് ചെയ്യും, ചിലപ്പോൾ കൊടുക്കേണ്ടിയും വരും. പോലീസിന്റെ നീക്കങ്ങൾ അവരറിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാണ് ആപത്ത് എന്ന് കരുതി പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അന്വേഷിക്കണം. മകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയതിനു ശേഷം മാത്രം.